നമസ്കാരം. ശനിയെ പലർക്കും ഭയമാണ് എന്നതാണ് വാസ്തവം. കാരണം ശനിദോഷം ഒരു വ്യക്തിയെ ബാധിച്ചാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ദോഷകരമായ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും എന്നാണ് പലരും ചിന്തിക്കുന്നത്. എന്നാൽ നാം മനസ്സിലാക്കേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ കർമ്മഫലം അനുസരിച്ച് ഫലങ്ങൾ നൽകുന്നതായ ദേവനാണ് സാക്ഷാൽ ശനിദേവൻ. അതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമായ ഫലങ്ങളും ശനി നൽകും എന്നതാണ് വാസ്തവം. അതിനാൽ തന്നെ ശനിദേവനെ നിങ്ങൾ ആരാധിക്കുന്നത് ജീവിതത്തിൽ ശുഭകരമായ മാറ്റങ്ങൾക്ക് സാഹചര്യമൊരുങ്ങും എന്നുകൂടി മനസ്സിലാക്കുക. ശനിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാൻ പോകുന്നത്. ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ ശനിയെ നീതിയുടെ ദൈവമായി തന്നെയാണ് കണക്കാക്കുന്നത്. എന്നാൽ ഈ സമയം ശനി അതിൻ്റെ യഥാർത്ഥ ത്രികോണ രാശിയായ കുംഭത്തിലാണ് ഉള്ളത്. എന്നാൽ ജൂൺ 30 ഞായറാഴ്ച പുലർച്ചെ 12:35 ശനി വക്രഗതിയിലേക്ക് നീങ്ങും. അന്നു മുതൽ ശനിയുടെ വിപരീതമായ ചലനം ആരംഭിക്കുന്നു എന്നതാണ് വാസ്തവം. അതിനാൽ ജൂൺ 30 മുതൽ നവംബർ 15 വരെ ശനി കുംഭം രാശിയിൽ വക്രഗതിയിലായി തുടരുകയും ചെയ്യും. നവംബർ 15 വൈകുന്നേരം ശനി നേരിട്ട് സഞ്ചരിച്ച് തുടങ്ങുന്നതുമാണ്. ഇങ്ങനെ 139 ദിവസം ശനി വിപരീത ദിശയിലായിരിക്കും എന്നതാണ് വാസ്തവം. എന്നാൽ പൊതുവെ ഗ്രഹങ്ങൾ വക്രഗതിയിലായിരിക്കുമ്പോൾ ശുഭകരവും അശുഭകരവുമായ ഫലങ്ങൾ നൽകും എന്നതാണ് വാസ്തവം. എന്നാൽ ശനിയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുമ്പോൾ പ്രധാനമായും ചില രാശിക്കാർക്ക് ഏറ്റവും ശുഭകരമായ സമയങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇവർക്ക് പുരോഗതി കൈവരിക്കുവാൻ സാധിക്കുന്നതായ സമയമാണ് എന്ന് തന്നെ പറയാം. ശനിയുടെ പ്രതിലോഭ സഞ്ചാരം മൂലം ഭാഗ്യം കടന്നു വരുന്നതായ ആ രാശിക്കാരെ കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് മേടം രാശിയാകുന്നു. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മേടം രാശിയിൽ നിന്നും 11ാം ഭാവത്തിൽ ശനി പിന്നോക്കം നിൽക്കാൻ പോകുന്നു എന്ന കാര്യം ഓർക്കുക. അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. സാമ്പത്തികപരമായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു. അതിന് അനുകൂലമായ അവസരമാണ് വന്ന് ഭവിച്ചിരിക്കുന്നത് എന്ന കാര്യം ഓർക്കുക. അതിനാൽ തന്നെ നിങ്ങൾക്ക് ചില വ്യക്തികളിൽ നിന്നും പ്രധാനമായും സൗഭാഗ്യം തേടിയെത്താവുന്ന ഒരു സമയമാകുന്നു. സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട്, സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട്, സഹപ്രവർത്തകരുമായി ബന്ധപ്പെട്ടും പൂർണ്ണ പിന്തുണ ശനി നൽകുന്നതായ ഒരു സമയമാകുന്നു. അതിനാൽ തന്നെ തീർച്ചയായും ഇവരുമായി ബന്ധപ്പെട്ട് അനുകൂലമായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. എന്നാൽ സമൂഹത്തിൽ നിങ്ങളുടെ പ്രശസ്തി വർദ്ധിക്കുന്നതായ അവസരങ്ങളും വന്നു ചേരും. അംഗീകാരങ്ങൾ വർദ്ധിക്കും. എന്നാൽ കരിയറുമായി ബന്ധപ്പെട്ട് അഥവാ നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട് പുരോഗതി കൈവരിക്കുവാൻ സാധിക്കും എന്നതാണ് വാസ്തവം. കൂടാതെ ഈ സമയം സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും എന്ന കാര്യവും ഓർക്കുക. സുഹൃത്തുക്കളിൽ നിന്നും നിങ്ങൾക്ക് സഹകരണങ്ങൾ, സഹായങ്ങൾ പ്രതീക്ഷിക്കാവുന്നതായ സമയമാകുന്നു. ശുഭകരമായ വാർത്തകൾ കേൾക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. കൂടാതെ ഈ സമയം നിങ്ങളുടെ മനസ്സിലുള്ള പല ആഗ്രഹങ്ങളും പൂർത്തീകരിക്കുവാൻ അഥവാ നിറവേറ്റുവാൻ സാധിക്കുന്നതായ അവസരം കൂടിയാണ് ഇത്. അതിനാൽ ശനിദേവന്റെ കടാക്ഷം നിങ്ങൾക്കുള്ളതിനാൽ തന്നെ ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ, അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് ഇടവം രാശിയാകുന്നു. ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകമായി ഓർത്തിരിക്കേണ്ടതാകുന്നു. കാരണം ഇടവം രാശിക്കാരുടെ 10ാം ഭാവത്തിൽ ശനി വക്രഗതിയിൽ നീങ്ങാൻ പോവുകയാണ്. അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അനുകൂലമായ ചില കാര്യങ്ങളാണ് സംഭവിക്കാനായി പോകുന്നത്. കരിയർ, നിങ്ങളുടെ ജോലി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ വന്ന് ഭവിക്കാവുന്നതാണ്. ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ വളരെയധികം വർദ്ധിച്ചിരിക്കുന്നതായ സമയം എന്ന പ്രത്യേകതയുമുണ്ട്. കൂടാതെ ഈ സമയം
മികച്ച വിജയം സർക്കാർ ജോലികളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ നേടിയെടുക്കുവാൻ സാധ്യത അല്പം കൂടുതൽ തന്നെയാകുന്നു. മേലുദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറ്റ് വ്യക്തികളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ജോലിയിൽ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയും അത് വിജയിപ്പിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ കടന്ന് വരാവുന്നതുമാണ്. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് സ്വാധീനം, നിങ്ങളുടെ സ്വീകാര്യത എന്നിവ വർദ്ധിപ്പിക്കുവാൻ സഹായകരമായ കാര്യങ്ങൾ സംഭവിക്കും എന്ന കാര്യവും ഓർക്കുക. കൂടാതെ ഈ സമയം വലിയ രീതിയിലുള്ള വിജയങ്ങൾ, അത് നിങ്ങൾ പ്രതീക്ഷിക്കാത്തതായ വിജയങ്ങൾ പോലും നേടിയെടുക്കുവാൻ സാധിച്ചു എന്നും വരാം. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അല്പം കൂടി വർദ്ധിക്കുന്നതായ അവസരങ്ങളും വന്നു ചേരും. അതായത് നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ സാമ്പത്തികപരമായ നേട്ടങ്ങൾ, ഉയർച്ച എന്നിവ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം ഓർക്കുക. അതിനാൽ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നതായ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുന്നു എന്നതും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാകുന്നു. ഈ സമയം സഹോദരങ്ങൾ അല്ലെങ്കിൽ മറ്റു വ്യക്തികളുമായി ബന്ധപ്പെട്ടും പിന്തുണ ലഭിക്കാനുള്ള സാധ്യതകളും വളരെ കൂടുതൽ തന്നെയാകുന്നു. ഏതെങ്കിലും വിധത്തിൽ തർക്കങ്ങളുണ്ട് എങ്കിൽ ആ തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സ്ഥിതിവിശേഷവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു എന്ന് വരാം. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം പരമശിവനെയും ശനിദേവനെയും ഹനുമാൻ സ്വാമിയെയും നിങ്ങൾ ഭജിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക. ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ ശനിയുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക. ശനിയുടെ വക്രഗതി സഞ്ചാരം ചിങ്ങം രാശിക്കാർക്ക് ഏറ്റവും ശുഭകരമായ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതായ സമയമാണ് എന്ന് പറയാം. അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാവുക തന്നെ ചെയ്യും. ഈ സമയം പുരോഗതിക്ക്, ഉയർച്ചയ്ക്ക് സഹായകരമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുവാൻ സാധ്യത അല്പം കൂടുതലാകുന്നു. കരിയറുമായി ബന്ധപ്പെട്ടും സാമ്പത്തിക കാര്യങ്ങളിലും അല്പം നേട്ടങ്ങൾ, വിജയങ്ങൾ നേടുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേർന്നു എന്ന് വരാം. സ്വന്തം ബിസിനസ് ചെയ്യുന്നവരാണ് നിങ്ങൾ എങ്കിൽ നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പണം നേടിയെടുക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. ധനപരമായ നേട്ടങ്ങൾക്കുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ഈ സമയം മുടങ്ങിക്കിടക്കുന്നതായ ജോലികൾ അല്ലെങ്കിൽ പദ്ധതികൾ പുനരാരംഭിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. മുടങ്ങിക്കിടക്കുന്നതായ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുവാൻ സാധിക്കും. പല രീതിയിലുള്ള പിന്മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ സഹായകരമാണ് എന്ന കാര്യം ഓർക്കുക. പല കാര്യങ്ങളും വീണ്ടും ചെയ്യുവാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ എപ്രകാരം കൊണ്ടുവരുവാൻ സാധിക്കും എന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കും. ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്നതായ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മറ്റു വ്യക്തികളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതായ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. അതിനാൽ തന്നെ ഈ സമയം പിന്തുണ നേടിയെടുക്കുവാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു. പണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും രീതിയിലുള്ള തടസ്സങ്ങൾ അല്ലെങ്കിൽ പണം കുടുങ്ങിക്കിടക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കുവാനും ധനം കൈകളിലേക്ക് തിരികെ എത്തുവാനും സാധ്യത കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ ഈ സമയം ധനപരമായ നേട്ടങ്ങൾക്കും സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. ശനിദേവനെയും പരമശിവനെയും ആഞ്ജനേയ സ്വാമിയെയും അതേപോലെ ശാസ്താവിനെയും ഭജിച്ച് ഈ ദേവതകളുടെ മന്ത്രങ്ങൾ ജപിച്ച് മുന്നോട്ട് പോകുന്നത് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കുവാൻ സഹായകരമാണ് എന്ന കാര്യവും ഓർക്കുക. ധനുരാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ശനിയുടെ വക്രഗതി സഞ്ചാരത്തിൽ നിന്നും ധാരാളമായി നേട്ടങ്ങൾ ലഭിക്കാൻ പോകുന്നു എന്ന കാര്യമാണ് പ്രഥമമായും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ധനുരാശിയിലുള്ള വ്യക്തികൾക്ക് അവരുടെ കരിയറുമായി ബന്ധപ്പെട്ട് വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ അല്ലെങ്കിൽ നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സമയമാണ് വന്നു ചേരുക. ജോലിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതായ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം സഹപ്രവർത്തകർ
കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ എന്നിവരിൽ നിന്നും അനുകൂലമായ കാര്യങ്ങൾ, പിന്തുണ എന്നിവ ലഭിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം ജോലിയുമായി ബന്ധപ്പെട്ട് സ്ഥാനം കൂടുതൽ ശക്തമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. മറ്റുള്ളവരുടെ ബഹുമാനം നേടിയെടുക്കുവാൻ, സ്വീകാര്യത വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങളും കടന്നുവരും എന്ന കാര്യവും ഓർക്കുക. ചില മേഖലകളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് വിജയം നേടിയെടുക്കുവാൻ സാധിക്കുന്നതുമാണ്. അത് നിങ്ങളുടെ പ്രവൃത്തി മേഖലയോ അല്ലെങ്കിൽ മറ്റ് മേഖലകളോ ആകാവുന്നതുമാണ്. കൂടാതെ ഈ സമയം ഏതൊരു പ്രശ്നഘട്ടത്തിലും നിങ്ങൾക്ക് സഹായം അല്ലെങ്കിൽ ഉപദേശങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. നിങ്ങളുടെ പ്രശസ്തി വർദ്ധിക്കുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക. ഭാഗ്യം പരിപൂർണമായും നിങ്ങളെ പിന്തുണയ്ക്കുന്നതിനാൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാവുകയും ധനപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതുമായ സമയമാകുന്നു. നിങ്ങൾ കഠിനാധ്വാനം ചെയ്തതിൻ്റെ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. സമ്പത്തിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് ഈ സമയം വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും. ധനപരമായ ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും ഓർക്കുക. ഈ സമയം നിങ്ങൾക്ക് പൊതുവെ അനുകൂലമാണ്. തീർച്ചയായും ധനപരമായും അല്ലാതെയും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതായ ഒരു സമയമാകുന്നു. എന്നാൽ പരമശിവനെയും ശാസ്താവിനെയും ആഞ്ജനേയ സ്വാമിയെയും ശനിദേവനെയും ആരാധിച്ച് മുന്നോട്ട് പോകുന്നത് സർവ ഐശ്വര്യപ്രദമാണ്. അഥവാ കൂടുതൽ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതിന് സഹായകരമാണ് എന്ന കാര്യവും ഓർക്കുക. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് മകരം രാശിയാകുന്നു. മകരം രാശിക്കാരുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. മകരം രാശിയിൽ വരുന്ന വ്യക്തികൾക്ക് ശനിയുടെ വക്രഗതി മൂലം അഥവാ വക്രഗതി സഞ്ചാരം മൂലം വളരെ ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരുന്നു എന്ന് തന്നെ പറയാം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക സ്ഥിതി മുൻപത്തേക്കാളും നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമാകും അല്ലെങ്കിൽ ശക്തമാകും എന്ന് തന്നെ പറയാം. പണം ലാഭിക്കുവാൻ നിങ്ങൾക്ക് സഹായകരമായ അവസരങ്ങൾ വന്നു ചേരും. തന്മൂലം ചെലവുകൾ കുറയ്ക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങളും കടന്നു വരാം എന്ന് തന്നെ പരാമർശിക്കാം. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ധനപരമായ നേട്ടങ്ങൾക്കുള്ള സാധ്യതകളും വസ്തുവോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ മറ്റ് കാര്യങ്ങളോ വാങ്ങുവാനുള്ള അവസരങ്ങളും സംജാതമാകാം എന്ന കാര്യം ഓർക്കുക. കുടുംബത്തിൽ സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കുകയോ അല്ലെങ്കിൽ അത്തരം സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുവാൻ സഹായകരമായ കാര്യങ്ങൾ ചെയ്യുവാനോ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രണയവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. സമൂഹത്തിൽ ഉയർന്ന ബഹുമാനം, സ്വീകാര്യത എന്നിവ വർദ്ധിപ്പിക്കുവാനോ നേടിയെടുക്കുവാനോ നിങ്ങൾക്ക് സാധിക്കുന്നതായ അവസരങ്ങളും വന്നു ചേരും. ഉയർന്ന ബഹുമാനം ലഭിക്കും എന്ന് തന്നെ നിസ്സംശയം പറയാം. കൂടാതെ ഈ സമയം മറ്റ് വ്യക്തികളെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ സ്വാധീനിക്കുവാൻ സാധിക്കും. അഥവാ അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക. ഈ സമയം നിങ്ങൾക്ക് വസ്തു വാങ്ങുന്നതിനും അനുകൂലമാണ് സമയം. ഈ സമയം പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിൽ എടുത്തുചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളുകയോ മറ്റൊരു വ്യക്തിയുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുകയോ ചെയ്യുവാൻ പാടുള്ളതല്ല. സൗഭാഗ്യം നഷ്ടമാകുന്നതിന് അത് കാരണമായി തീരും. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. ശനിദേവന്റെ കടാക്ഷത്താൽ ഫലം അനുകൂലമായി ഭവിക്കും. എന്നാൽ ഈ സമയം പ്രത്യേകിച്ചും ശനിദേവനെയും പരമശിവനെയും ശാസ്താവിനെയും അതേപോലെ ആഞ്ജനേയ സ്വാമിയെയും ആരാധിച്ച് മുന്നോട്ട് പോകുന്നത് സർവ ഐശ്വര്യപ്രദമാണ്. ഈ ദേവതകളുടെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഈ ദേവതാ മന്ത്രങ്ങൾ ജപിക്കുന്നതും ശുഭകരം തന്നെയാകുന്നു.